ബി.ജെ.പിക്കെതിരെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കണം. പിണറായിയെ കെട്ടിപ്പിടിക്കാൻ എനിക്കാകില്ല, പക്ഷെ ഒന്നിച്ചു നിൽക്കണം. ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുത്ത വേളയിലുള്ള പ്രസംഗം പുറത്തു വന്നിരിക്കുകയാണ്. ഇതാകട്ടെ വൈറലായി മാറുന്നു. പക്ഷേ ബി.ജെ.പിക്കെതിരെ ഒന്നിച്ചു നിൽക്കണം ഇന്ത്യ യോഗത്തിൽ അദ്ദേഹം പറയുന്നത് വലിയ രീതിയിൽ കോൺഗ്രസ് തന്നെയാണ് ഈ പ്രസംഗം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം 8-ന് നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ്. ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധി ആകട്ടെ മുന്നണിക്കുള്ളിൽ തന്നെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉള്ളതിനാൽ തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ തനിക്ക് കഴിയില്ല എങ്കിലും ബി.ജെ.പിക്കെതിരെ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതിനെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ഉയരുന്ന എല്ലാ വിമർശനങ്ങളെയും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ആകട്ടെ സഖ്യകക്ഷികളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ വാത്സല്യത്തോടും ഒരുമിക്കുകയാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമെന്നും പറയുന്നു. കോൺഗ്രസ് ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല എന്നും ആധുനിക ഇന്ത്യ രൂപപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപം കൊണ്ട പ്രതിരോധ പ്രസ്ഥാനമാണ് എന്നതാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ RSSന്റെ ആശയങ്ങളോട് അടിസ്ഥാനപരമായ എതിർപ്പാണ് കോൺഗ്രസിനുള്ളതെന്നും ബി.ജെ.പിയുമായോ RSSുമായോ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നതാണ് ഈ ഒരു പ്രസംഗത്തിൽ ആവർത്തിച്ചുറപ്പിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്. ഞങ്ങളുടെ തല വെട്ടിക്കോളൂ, പക്ഷെ RSSന് മുന്നിൽ തല കുനിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശവും ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പഴയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി ഫലിക്കില്ല എന്നും പ്രതിരോധം മാത്രമേ നിലനിൽപ്പിന് സഹായിക്കൂ എന്നും രാഹുൽ ഘടകകക്ഷികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണകൂടം ഒരു ന്യായമായ പോർക്കളം നൽകിയപ്പോൾ മാത്രമാണ് അവിടെ നേരത്തെയുള്ള തന്ത്രങ്ങൾ ഫലിച്ചിരുന്നതെന്നും ആ പോർക്കളം ഇനി ഉണ്ടാകില്ല എന്നതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം നിയമവ്യവസ്ഥ, ബ്യൂറോക്രസി, രഹസ്യാന്വേഷണ ഏജൻസികൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ബി.ജെ.പി ഇവിടെ പിടിച്ചെടുക്കുകയായിരുന്നു എന്നതാണ്. അത് മാത്രമല്ല അത് പിടിച്ചെടുത്തു എന്നും ഏതറ്റം വരെയും പ്രതിരോധിക്കാൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നതാണ് രാഹുൽ പറയുന്നത്. ചിന്താഗതികൾ മാറണം. അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചിരിക്കണമെന്ന ആ ഒരു ചിന്താഗതി ഇപ്പോൾ വേണം എന്നതാണ് രാഹുൽ പറയുന്നതും. നമ്മൾ പരസ്പരം പോരടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് ആക്രമിക്കാൻ അവസരം നൽകരുത് എന്ന് ഒരു ഉപദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്നും ഏതൊരു വിമർശനവും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇതൊരു ആത്മീയ കടമയാണ്. അത് മാത്രമല്ല ഇതൊരിക്കലും രാഷ്ട്രീയമായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വാക്ക് തരുന്നത്. ഈ കൂട്ടായ്മയെ ഒരുമിച്ച് വിജയിപ്പിക്കാൻ ഞാൻ സഹിക്കേണ്ടി വരുന്ന എല്ലാ അപമാനങ്ങളും ഞാൻ സഹിക്കും എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നിയമ സംവിധാനം, ഉദ്യോഗസ്ഥ വൃത്തം, രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാം തന്നെ ഈ സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സർക്കാർ അവിടെ നിലനിൽക്കില്ല. കാരണം അത് നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നുവെന്നും അത് ഇന്ത്യൻ ജനങ്ങളുടെ ഭാവിയെ തന്നെ നശിപ്പിച്ചു കളയുകയാണ് എന്നും ഒരു ആരോപണമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ബി.ജെ.പിക്കെതിരെ പോരാടുമ്പോൾ സഖ്യകക്ഷികൾക്കിടയിൽ പ്രാദേശികമായ വിയോജിപ്പുകൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ അവിടെ വലിയ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയി തന്നെ മാറണമെന്നതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ DMKയും ഒപ്പം ഉണ്ടാകുമെന്നും 100% തനിക്ക് ഉറപ്പുണ്ട് എന്നും രാഹുൽ യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു മുറിയിലുള്ള ഓരോരുത്തരും ഉണ്ടാകണം. നമുക്ക് നമ്മുടെ തർക്കങ്ങൾ ഉണ്ടാകാം, പക്ഷെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ പോയി കെട്ടിപ്പിടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കതിന് കഴിയില്ല, ഞാനത് ചെയ്യില്ല. കാരണം അദ്ദേഹവുമായി എനിക്ക് രാഷ്ട്രീയപരമായ തർക്കങ്ങളുണ്ട്. എന്നാൽ അത് നമ്മൾ തിരിച്ചറിയണമെന്നും ചർച്ചകളിൽ നിരാശ പാടില്ല എന്നും ബി.ജെ.പിയെ എങ്ങനെയും തോൽപ്പിക്കണമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.